കവാസാക്കി നിഞ്ച H2R അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അത് സൂപ്പർ ചാർജ് മോട്ടോർ സൈക്കിളാണ്. എന്നാൽ ലോകത്തിലെ ആദ്യത്തെ ടെർബോ ചാർജ് മോട്ടോർ സൈക്കിളിനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ലോകത്തിലെ ആദ്യത്തെ ടെർബോ ചാർജ് മോട്ടോർ സൈക്കിളാണ് ഹോണ്ടയുടെ 500 CX. ഹോണ്ടയുടെ 500 CXൻ്റെ പ്രത്യേകത വെച്ചാൽ പണ്ട് ഒരു കാലത്ത് കവാസാക്കി, ഹോണ്ട, യമഹ, സുസുക്കി ഈ 4 ബ്രാൻഡ്സ് തമ്മിൽ നല്ല കോമ്പറ്റീഷനാണ്. ഇവരുടെ പ്രശ്നം എന്ന് വെച്ചാൽ 500 cc ഏറ്റവും നല്ല പവറുള്ള ബൈക്ക്, മിഡിൽ വെയ്റ്റിൽ ഏറ്റവും നല്ല ബൈക്ക് ഉണ്ടാക്കാനുള്ള തന്ത്രപ്പാടിലാണ് ഇവർ. അങ്ങനെ നിന്നപ്പോഴാണ് ഹോണ്ട അവരുടെ അറ്റകൈ പ്രയോഗം നടത്തിയത്. ഹോണ്ട 500 CXൻ്റെ പ്രത്യേകത വെച്ചാൽ നോർമൽ 500 CXന് ഉള്ള പവർ എന്ന് വെച്ചാൽ 54 bhp ആണെങ്കിൽ ഹോണ്ട ആ സെയിം നോർമൽ 500 bhpനെ എടുത്ത് ഒരു ടെർബോ ചാർജറും കൂടെ കയറ്റിയപ്പോഴത്തേക്കും അതിൻ്റെ പവർ വന്നത് 82 bhp ആണ്. ഓൾമോസ്റ്റ് ഡബിളാണ് പവർ വന്നത്. ഈ ഡബിൾ പവർ വന്നപ്പോഴത്തേക്കും പിന്നെ ഈ സെഗ്മെൻറ്റിൽ കില്ലർ എന്ന് പറയുന്ന പേരായിപ്പോയി. കാരണം വേറൊരു ബൈക്കിനും ഈ ഒരു 500 cc സെഗ്മെൻറ്റ് ആ ടൈമിന് പിടിക്കാൻ പറ്റത്തില്ല. പക്ഷേ അതിനകത്ത് വ്യത്യാസമുണ്ട്. നമ്മൾ ഹാർലി ഡേവിഡ്സൻ്റെയൊക്കെ എഞ്ചിൻ V2 ഇരിക്കുന്നത് സൈഡിലോട്ടാണെങ്കിൽ ഇത് ലോഞ്ചിറ്റ്യൂഡായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ കാറിൻ്റെ എഞ്ചിൻ കാണുമല്ലോ, കാറിൻ്റെ എഞ്ചിൻ എങ്ങനെ ഇരിക്കുന്നത് അതുപോലെയാണ് ഇതിൻ്റെ സിലിണ്ടർ അറേഞ്ച്മെൻറ്റ് ചെയ്തേക്കുന്നത്. മറ്റേ ഷാഫ്റ്റ് ഡ്രിവനാണ്, ചെയിനൊന്നുമില്ല. മൊത്തത്തിൽ അന്ന് കിട്ടാവുന്ന വെച്ച എല്ലാ ടെക്നോളജിയും ഉപയോഗിച്ചിട്ടുള്ളൊരു മോട്ടോർ സൈക്കിളാണ്. പറയാനായിട്ടാണെങ്കിൽ വേൾഡ്സ് മാസ് പ്രൊഡ്യൂസ് ഫ്യൂൽ ഇഞ്ചക്റ്റഡ് ബൈക്കും കൂടാണ് ഹോണ്ട നമ്മുടെ 500 CX ടെർബോ. സോ ടെർബോയെ കുറിച്ച് സംസാരിക്കാം. ടെർബോയുടെ കാര്യം പറയുവാണെങ്കിൽ ഇത് സംഭവം നടക്കുന്ന 1980കളിലാണ് നടത്തുന്നത്. 1980കളിൽ കാറിൻ്റെ ടെർബോ തന്നെ ഭയങ്കര വീക്കാണ്. കാരണം അന്ന് വേരിയബിൾ ജോമെട്രി ടെർബോ ഇല്ല, ട്വിൻ ടെർബോ ഇല്ല, ആ പാടുള്ള പഴയ വേസ്റ്റ് ഗേറ്റ് ടെർബോ ചാർജേഴ്സ് ആണ്. ഈ വേസ്റ്റ് ഗേറ്റിലെ പഴയ മോഡൽ ടെർബോ ചാർജറിന് ഒരു പ്രശ്നമുണ്ട്, ടെർബോ ലാഗ്സ്. ഒരു ടെർബോ ചാർജർ സ്പൂൾ ചെയ്ത് വരാനുള്ള സമയമുണ്ട്, അതാണ് ടെർബോ ലാഗ് എന്ന് പറയുന്നത്. സോ കാറിനകത്തത് ഓക്കെയാണ്, കാരണം കാറിന് 4 വീലുള്ളതുകൊണ്ട് നമുക്ക് പ്രെഡിക്റ്റബിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഹോണ്ട 500 CX ടെർബോ ഒരു ന്യൂ റൈഡറിൻ്റെ കൈ കിട്ടിയാൽ മരണം ഉറപ്പായിരുന്നു. കാരണം ഈ ടെർബോ നമ്മളിപ്പം കൈ കൊടുക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു ത്രസിപ്പിക്കുന്ന ആക്സലറേഷൻ ഈ ബൈക്കിന് തരാൻ പറ്റത്തില്ല. പകരം ഈ ബൈക്ക് ഒരു നോർമൽ ബൈക്ക് പോലെ ആദ്യമൊക്കെ ബിഹേവ് ചെയ്യുമെങ്കിലും ആ ടെർബോയുടെ സ്പൂളിങ് കഴിഞ്ഞിട്ട് ടെർബോ ചാർജർ അങ്ങോട്ട് ഫോഴ്സ് ഇൻഡക്ഷൻ അങ്ങോട്ട് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും വണ്ടിക്ക് മുടിഞ്ഞ പവറാണ്. പവർ എന്ന് വെച്ചാൽ 52 നിന്ന് 82 വരും ഒറ്റയടിക്ക്. ആ വരുമ്പം ഉണ്ടാകുന്ന പവറിനെ ഒരു നോവിസ് റൈഡർ അല്ലെങ്കിൽ ഒരു ആദ്യമായിട്ട് ബൈക്ക് ഓടിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ടൈം ചെയ്യാൻ പറ്റത്തില്ല. അതായിരുന്നു ഈ ബൈക്കിൻ്റെ ഏറ്റവും വലിയ പ്രശ്നവും. അതുപോലെ തന്നെ ഇനി എക്സ്പീരിയൻസ് റൈഡർ ആയിക്കോട്ടെ, അപ്പോഴും പ്രശ്നമാണ്. നിങ്ങൾ നല്ലൊരു വളവെടുത്ത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് നമ്മൾ സർക്യൂട്ടിൽ പോകുന്ന പോലെ കൈ കൊടുക്കുകയാണെങ്കിൽ ഈ ബൈക്ക് അപ്പോഴും പ്രശ്നമുണ്ടാകും. കാരണം അപ്പോഴും ടെർബോ സ്പൂളിംഗ് ഉണ്ട്. നമ്മൾ വളവിലെത്തുമ്പോഴത്തേക്ക് വണ്ടി സ്ലോ ചെയ്തിട്ട് കൈ കൊടുക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ബൈക്ക് കയറത്തില്ല. പകരം ആ വളവ് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞായിരിക്കും ടെർബോയുടെ കിക്ക് അങ്ങോട്ട് വരുന്നത്. ടെർബോയുടെ കിക്ക് വരുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിൽ നിന്ന് എന്തായാലും ബൈക്ക് പോകുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതുകൊണ്ട് നിയന്ത്രിക്കാൻ ഏറ്റവും പാടുണ്ട്, അല്ലെങ്കിൽ മെരുക്കാൻ ഏറ്റവും പാടുണ്ടായിരുന്നൊരു പടക്കുതിരയാണ് ഹോണ്ടയുടെ CB 500 CX ടെർബോ. ഈ ടെർബോ എന്ന് സൈഡിൽ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ്, സാധാ മോഡലുമായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ടാണ് ടെർബോ എന്ന് കൊടുത്തിരിക്കുന്നത്. സോ ഇതാണ് ലോകത്തിലെ ആദ്യത്തെ മാസ് പ്രൊഡ്യൂസ് ടെർബോ ചാർജ് ബൈക്ക്. സൂപ്പർ ബൈക്ക് അല്ല, മിഡിൽ വെയിറ്റ് ആയിട്ടുള്ള ബൈക്ക്. ഭയങ്കര അന്നത്തെ കാലത്തെ എല്ലാ ലുക്സും എല്ലാം കൂടെ ചേർന്ന് ഒരു വല്ലാത്ത ലുക്കൊക്കെ ഉള്ളൊരു ബൈക്കാണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇപ്പോഴും ഇതൊരു കളക്ടേഴ്സ് ഐറ്റമാണ്. കുറച്ച് പേരുടെയൊക്കെ ഈ കുറേ ഇറങ്ങിയതിനകത്ത് കുറേ പേരുടെയൊക്കെ കാര്യം തീരുമാനമായിട്ടുണ്ടെങ്കിലും ബാക്കിയുള്ളവരൊക്കെ ഇതിപ്പോഴും UK യിലും ന്യൂസിലൻഡിലൊക്കെ ഈ ബൈക്ക് ഇപ്പോഴും അവൈലബിൾ ആണ്. പൊന്നും വില കൊടുത്താൽ മാത്രമേ ഈ ബൈക്ക് ഇപ്പോഴും കിട്ടത്തുള്ളൂ. എന്തായാലും നമ്മൾ ഇന്ന് സംസാരിച്ചത് ടെർബോ ചാർജർ അല്ലെങ്കിൽ ഹോണ്ടയുടെ ഒരു ബോൾഡ് മൂവിനെ കുറിച്ചാണ്. എങ്ങനെയാണ് ഹോണ്ട 80കളിൽ കാവാസാക്കിയെയും യമഹയെയും സുസുക്കിയൊക്കെ നിലംപരിശാക്കി എന്നുള്ളതിൻ്റെ സ്റ്റോറിയാണ്. താങ്ക് യു.